പ്രപ്പോസൽ ഡേ കഷ്ടപ്പെട്ട് പീഡിയെന്ന് വാങ്ങിക്കൊണ്ടോന്നു. അതിപ്പോ എന്താ ചെയ്യത്? കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ബ്രേക്കപ്പ് ഇടാൻ പറ്റുമോ? എന്താ ബ്രേക്ക് ഇട്ട് എന്താ ബ്രേക്ക് ഇടാത്തോള്? ഓ പേരെന്താ? ഓക്കെ ഓക്കെ സ്നേഹ. കമ്മിറ്റഡ് ആണോ? എന്നാ പോകണ്ട, മാറ്റി. ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. എനിക്ക് ഒരാളെ പോലും സെറ്റ് ആവുന്നില്ല. കുറേ ദിവസമായി. 2025 ഒരാളെ സെറ്റ് ആവണം. സെറ്റ് ആവട്ടെ. എന്നാ വാ, ഒരു കാര്യം കൂടി പറയാണ്ട്. ഇങ്ങോട്ട് വാ, കമോൺ ഗൈസ്. നമുക്ക് ഒരാളെ സെറ്റ് ആവാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കത്തിക്കും ഗൈസ് ബീച്ച്. ഗൈസ് അങ്ങനെ നമ്മളെ പ്രപ്പോസൽ റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രപ്പോസൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കാൻ പോണത് പ്രപ്പോസൽ പ്രാങ്കാണ്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കയറാൻ പോവുക. അന്ന് ഫുൾ തീപ്പൊരു പ്രപ്പോസലായിരിക്കും. അപ്പോൾ സ്ട്രെയിൻഡേഴ്സുകളുടെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ഫുൾ ഇതാ ഈ റോസപ്പൂ ഒക്കെ കൊടുത്തിട്ട് പ്രപ്പോസൽ പ്രാങ്കാണ് ചെയ്യാൻ പോണത്. ഇന്ന് ബീച്ചിലുള്ളത് കോഴിക്കോട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാൻ പോവാണ്. ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. തിരക്കിലാണോ? അല്ല. തിരക്കിലാണോ? ആരും തിരക്കിലല്ല. സംഭവം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? പറയ്. അറിയില്ല. അറിയോ? അനക്കറിയോ? അങ്ങോട്ട് നോക്കിക്കണ കുട്ടിക്ക് അറിയോ? ഇല്ല. ശരിക്കും വെറുതെ തമാശ പറയരുത്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഇന്ന് അത്രയും സ്പെഷ്യൽ ഡേ ആണ്. അതെ. അതെങ്ങനെ മനസ്സിലായി? എന്നാ അതല്ല കേട്ടോ, ബർത്ത്ഡേ അല്ല. ഓക്കെ, വാലന്റൈൻസ് ഡേ 14 കിസ് ഡേ അല്ല, അതുമല്ല. അങ്ങക്ക് അറിയോ? തെരിയല്ലേന്നോ? തമിഴ? അതുമല്ല. അതെന്നാണ്. പക്ഷെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോ? സ്ലാബ് ഡേ. ഓക്കെ. അല്ല, ഓള് ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ വെറുതെ. യെസ്, യൂട്യൂബർ അനസ് വ്ലോഗ് 21. ക്ലൂ വേണോ? റോസല്ല. അതുമല്ല. പ്രപ്പോസൽ ഡേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ. ജസ്റ്റ് ഇല്ലേ, ഒരു മിനിറ്റ് കാര്യം പറയട്ടെ. ഇന്ന് പ്രപ്പോസൽ ഡേ ആണ്, മറന്നു വരുതേ. ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് അറിയോ? 8-ാം തീയതി. അപ്പം മറന്നു വരുത്. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ ഗൈസ്, ഇന്ന് കുറച്ച് ലേറ്റ് ആവും വീഡിയോ വരാൻ. ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഈ ടൈമിലാവുമ്പോൾ ബീച്ച് ഫുൾ നിറഞ്ഞ് കിടക്കുകയായിരിക്കും. ഫുൾ ആൾക്കാരാണ്. ഇതാ കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം ടൈം എത്രയാന്ന് വെച്ചാൽ 6 മണിയായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ വ്ളോഗിൻ്റെ ടൈമൊക്കെ ഒന്ന് 7 മണി ആക്കണം എന്നൊരാഗ്രഹമുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഹലോ ഗൈസ്, തിരക്കിലാണോ? ചെറുതായിട്ട് ഒരു ചെറിയൊരു കുസൃതി ചോദ്യമുണ്ട്, ചോദിച്ചാലോ? ഹാപ്പി അല്ലേ? പേരെന്താ? സബിൾ. സുഹാന. ഐഷ. ആരഫ്. മലയാളത്തിലും തമിഴിലും അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്, മനസ്സിലായോ? അതാണ് എൻ്റെ കുസൃതി ചോദ്യം. അതിൻ്റെ ആൻസർ എന്താ? ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ. സുഹാന അല്ലേ? ഓക്കെ. അറിയില്ല. ആലോചിക്ക. നോ ഐഡിയ. ബീച്ച് എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ? ഓക്കെ. എവിടെ സ്ഥലം? കാസർഗോഡ്. ഓക്കെ. അപ്പോൾ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ നോ ഐഡിയ. ഹിന്ദോ? അങ്ങനെ മലയാളത്തിൽ എന്താ? ക്ലൂ ഇല്ല. കാസർഗോഡ് സീനാണ്. ലുക്കിൽ കാസർഗോഡ് അടിപൊളിയാണ്. നല്ല ലുക്കുണ്ട് നിങ്ങളെ കാണാൻ, ഒന്നും പറയാനില്ല. ഇതിലിപ്പോൾ എല്ലാവരും ഗ്ലാസ് ഇട്ടണല്ലേ? ഓഫ്, കളറാണ്. ഇത് ഏതാ ഗ്ലാസ്? മാർജിൻ.
എൻ്റെ ക്ലാസ് ആണോ അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് ആണോ അടിപൊളി? ഓരോ ക്ലാസ്സോ? ഓക്കെ, നിങ്ങൾക്കാണ് ഇപ്പോഴും പ്ലസ് പോയിന്റ് ആയിരിക്കുന്നത്. പിന്നെ പൈസ അതെ, ഓക്കെ. അപ്പോൾ അതിൽ ആർക്കും പറയാൻ പറ്റില്ല? ഇല്ല. അപ്പോൾ ആൻസർ ഞാൻ പറയട്ടെ? ഓക്കെ, തണ്ണിമത്തൻ. അതാണ് മലയാളത്തിലും തമിഴിലുമുള്ള ഒരേ ഒരു കുസൃതി ചോദ്യത്തിന് ആൻസർ. അപ്പോൾ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഓക്കെ, ഇതിലാർക്ക് പാട്ട് പാടാൻ അറിയാം? ഒരു പാട്ട്, ചെറിയൊരു പാട്ട് അറിയോ? അറിയോ? ഞാൻ പാട്ട് പാടിപ്പിക്കുന്ന ആളാണ്. അതെ, ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഓക്കെ അല്ലേ? ഹാപ്പി? ശരിക്കും പാട്ട് പാടാൻ അറിയില്ലല്ലോ. ഇത് വലിയ വലിയ ആൾക്കാർ കാണും. അപ്പോൾ നിങ്ങളെ പാട്ട് ചിലപ്പോൾ വലിയ ടി വിയിലൊക്കെ വരും. പാട്ട് പാടുന്ന ആരുമില്ല അവിടെ. ടി വിയിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഫേമസ് ആയില്ലേ? ആലോചിച്ചൂടെ? നോ ഫെയിം. ഓക്കെ, അപ്പോൾ നൈസ് ടു മീറ്റ് യു. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, തിരക്കിലാണോ? ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ഓക്കെ, പറയട്ടെ. ഞാൻ മലയാളത്തിലും തമിഴിലും അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം. പറയൂ. മലയാളത്തിലും തമിഴിലും അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. കുസൃതി ചോദ്യമാണ് കേട്ടോ. അറിയില്ല? മാമ്പഴം. ഓക്കെ, ഉമ്മ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പറയാം. അറിയില്ല. മാമ്പഴം റോങ് ആൻസറാണ്. ആൻസർ എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തൻ. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോ. അപ്പോൾ ഇതിൽ ആർക്കാ പാട്ട് പാടാൻ അറിയാം? ആർക്കും അറിയില്ല. എന്നാൽ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഹലോ ഗൈസ്, ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നാ. തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. ഓക്കെ, ഒരു കുസൃതി ചോദ്യം തുടങ്ങല്ലേ എന്നാല്? ഓക്കെ, മലയാളത്തിലും തമിഴിലും അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഇതൊരു കുസൃതി ചോദ്യമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. പറയൂ. ആലോചിക്കാം അല്ലേ? അതൊന്നൊരു ചോദ്യം മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഫ്രൂട്ട് ഉണ്ട്. അത് എന്താണെന്നാണ് എൻ്റെ കുസൃതി ചോദ്യം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ആലോചിക്കാണല്ലേ? തമിഴിലും തുടങ്ങുന്ന ഫ്രൂട്ട് ഉണ്ട്. അതെ, എന്ത് ഇതില് അറിയപ്പെടുന്നത്? തിന്നാൻ പറ്റുമോ? അത്ര തന്നെ എനിക്ക് പറയാം. അതെ, ഓറഞ്ച്. ഓക്കെ, നിങ്ങൾ പറയും. പെട്ടെന്ന് പറഞ്ഞോളൂ. മടിക്കണ്ട. അതന്നെ മടിക്കണ്ടായിട്ടില്ല, കിട്ടണ്ടേ? അതെ, ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് തന്നെ. അതൊന്നല്ല. അപ്പോ ആൻസർ അറിയാൻ ആഗ്രഹമുണ്ടോ? ഉറപ്പായിട്ടും ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് വേറെ ആൾക്കാർ ചോദിക്കാലോ. അതെ. ആൻസർ തണ്ണിമത്തൻ. അതാണ് തമിഴിലും മലയാളത്തിലും ഉള്ള ഒരേ ഒരു ഫ്രൂട്ട്. അപ്പൊ ക്യാമറ പൊളിയല്ലേ? ബ്രോ, എന്നാലും നമ്മൾ നാച്ചുറൽ ആയിട്ട് നിന്നിട്ടുണ്ട്. ഞങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു, ഞങ്ങൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസം ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്യാമറ നോക്കി ഒന്നിട്ട് ആയി പറഞ്ഞു. ഓക്കെ, നമ്മ അടുത്ത ടൈമിലാക്കാം. ഓക്കെ, ഇതെന്താ ഇവിടെ എന്താ പരിപാടി? ചക്ക തന്നെ? ചക്കക്കുരു. എവിടെ സ്ഥലം? ചേലേമ്പ്ര. കൊളത്തറ. വെള്ളിമാട് കുന്ന്. ഓക്കെ, ഓരോരോ സ്ഥലങ്ങളല്ലേ? ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ഉണ്ട്, അമ്മ ചോദിച്ചാലോ? ഹാപ്പി അല്ലേ? ഓക്കെ, ഞാനിങ്ങനെ വരും ക്യാമറ കൊണ്ടിട്ട്. അപ്പോൾ ഓരോരുത്തർ കറക്റ്റ് ആലോചിച്ച് പറഞ്ഞാൽ മതി. എല്ലാവരും പാടെ പറഞ്ഞാലും മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, തുടങ്ങട്ടെ എന്നാല്? ഓക്കെ, മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. നമ്മൾ ഒരു കുസൃതി ചോദ്യമായിട്ട് വന്നതാ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? പെട്ടെന്ന് പറയണേ. ചക്ക ആരാ പറഞ്ഞേ? ഓക്കെ, ചോദ്യം എന്താന്ന് വെച്ചാൽ മലയാളത്തിലും തമിഴിലും ഇല്ലേ അവിടേക്ക് വരും. മാമ്പഴം ഇപ്പോൾ വരും. ഓക്കെ, മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. അതാണ് എൻ്റെ ഒരു കുസൃതി ചോദ്യം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. പറഞ്ഞോളൂ. ആലോചിക്കാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് പറയണം. അതെ, അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട്.
അതെ അതെ അറിയില്ല പപ്പായ. ഓക്കെ, പിന്നെ ആണ് പപ്പായ റോങ് ആൻസർ ആണ്. അതെ, പൈനാപ്പിള് റോങ് ആൻസർ ആണ്. നിങ്ങൾക്ക് അറിയോ? പിലാപ്പഴം, ചക്കപ്പഴം, മാമ്പഴം. എന്നാ ഞാൻ പോട്ടെ, ഇതൊക്കെ റോങ് ആണ്. ആൻസർ തണ്ണിമത്തന്. ഓക്കെ, അത് പ്രശ്നമില്ല, നമ്മ അടുത്തേൽ റെഡി ആക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ക്യാമറ, അനസ് വ്ലോഗ് 21 ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ. ഓക്കെ, ഹാപ്പി അല്ലേ? ഇതിലാർക്കും പാട്ട് പാടാൻ അറിയോ? വെറുതെ അറിയില്ല, നല്ല പാടും. ഓക്കെ, ഖദീജ എന്നാ പേര്? ഓക്കെ, ഖദീജത്തെ ഒന്ന് പാടിത്തരി. ഞാൻ ഈ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടേ പോവുള്ളൂ, അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, ചക്ക തിന്നുകൊണ്ട് പാടിക്കോളി, പ്രശ്നമില്ല. ചക്ക തിന്നുകൊണ്ടാണ് അടുത്ത പാട്ട് വരുന്നത്. ചക്ക വേണ്ട, എന്റെ വീട്ടിൽ ചക്ക ഉണ്ട്. ആ, ഞാൻ ചക്ക ഉള്ള അടുത്തുനിന്നാ വരുന്നത്. വീട് കായലം, ഊർക്കടവ്. ആണല്ലേ? ഊർക്കടവ് തന്നെ, കറക്റ്റ് കായലം. ഓക്കെ, ആ അതെ. അപ്പൊ നമുക്ക് ആൻസർ ഏതാ നിങ്ങൾ കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ പാട്ടെങ്കിലും പാടിക്കോളി, പ്രശ്നമില്ല. ആ മതി മതി മതി. ആ പാടിക്കോളൂ. അതെ, ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കഥനങ്ങൾ തീർത്ത് സലാമത്താക്കണേ മന്നാനെ, ദുഃഖത്തിൻ മാറാല തീർത്തിടേണം നീ സുബ്ഹാനേ, അവളെ എടുക്കുന്നുണ്ട്. സലാമത്തേകണേ മന്നാനെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ക്യാമറ നോക്കി ഒന്നുകൂടി ആയി പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ യൂട്യൂബിൽ വെച്ച് കാണാം. ഓക്കെ, അനസ് വ്ലോഗ് 21. അപ്പൊ ശരി, കാണാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്ത ആൾക്കാരെ പ്രപ്പോസലി എല്ലാം മിക്സാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രപ്പോസലി എല്ലാം മിക്സാണ്. ഇന്നിപ്പോൾ 6 മണി ആയിട്ടുണ്ട്, ക്ലൈമറ്റൊക്കെ ഇരുടായി തുടങ്ങി. എന്നാലും എൻ്റെ വ്ളോഗിനൊരു തടസ്സവും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രപ്പോസലും ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, പാട്ടുണ്ട്, എല്ലാം മിക്സാണ്. കുറച്ച് ലേറ്റായി പോയിന്ന് ഒരു സങ്കടമുള്ളൂ. അപ്പോൾ അതാ ഗൈസ്, ഇനിയും കുറേ ആൾക്കാരുണ്ട്. ഹലോ ഗൈസ്, ഹലോ ഹലോ, എന്താ പരിപാടി? വെറുതെ ഇരിക്കുകയല്ലേ? ഓക്കെ, തിരക്കിലാണോ? കുഴപ്പമില്ല, വെറുതെ അല്ലേ? ഓക്കെ, അപ്പോൾ എവിടേക്കാ സ്ഥലം? പാലക്കാട്, മലപ്പുറം. ഓക്കെ, ഇവിടെ തന്നെ. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാനിങ്ങനെ എന്താ ഞാൻ പറയാ, എൻ്റെ തൽക്കാലം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പൂ മാത്രമേ ഉള്ളൂ. ഇന്നൊരു പ്രപ്പോസൽ ഡേ ആണ്. അപ്പോൾ ആരെങ്കിലും വായിക്കത്, കഷ്ടപ്പെട്ട് പീഡിയെന്ന് വാങ്ങിക്കൊണ്ടോന്നു. അതിപ്പോ എന്താ ചെയ്യത്? കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ബ്രേക്കപ്പ് ഇടാൻ പറ്റുമോ? എന്താ ബ്രേക്ക് ഇട്ട് എന്താ ബ്രേക്ക് ഇടാത്തോള്? ട്രൂ ലവ് എന്താ സാധനം? എന്താ അങ്ങനെയുണ്ട്? മോനെ, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പൂവൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയത്. ഇന്നിപ്പോ പ്രപ്പോസൽ ഡേ ആണ്, മനസ്സിലായോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ മനസ്സിങ്ങോട്ട് വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ പൂ ഇങ്ങനെ പിടിച്ചിങ്ങനെ രാവിലെ മുതൽ ആലോചിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആണല്ലേ? ഓക്കെ, എന്നാൽ ഞാനല്ലേ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ വിന്നാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ കളറായി. ഓക്കെ, മലയാളത്തിലും തമിഴിലും അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. അതേതാ പറയാൻ പറ്റുമോ? അതിൻ്റെ കുസൃതി ചോദ്യമാണ്. യെസ്, ഇവിടുന്ന് ഏതിന്? പാലക്കാട്. എവിടെയാണ് സ്ഥലം? പാലക്കാട്. ഓക്കെ, മലപ്പുറം. ഓക്കെ, ഇതെവിടെയാണ് സ്ഥലം? ഊട്ടിയല്ലേ? പെരിന്തൽമണ്ണ. ഓക്കെ, കോഴിക്കോട്. ഓക്കെ, പ്രശ്നമല്ലേ? പറഞ്ഞോ. ഫ്രൂട്ടൊന്നും കഴിക്കില്ല.
എന്ത് കിട്ടുന്നില്ല കിട്ടുന്നില്ല. ക്ലൂ ഇല്ല കേട്ടോ. എന്തെങ്കിലും ക്ലൂ. കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഇത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം ഫ്രൂട്ട് ഒക്കെ തന്നെ ആണല്ലോ. അതെ അതെ, ഇത് പ്രത്യേക ഒരു ഫ്രൂട്ടാണ്. പ്രത്യേകം അറിയുമ്പോ ഒരു നല്ല രസമാണ് കഴിക്കാൻ. ഇങ്ങനെ ഇങ്ങനെ മലയാളത്തിലും തമിഴിലും അതെ അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട്. കുസൃതി ചോദ്യം. ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ല. എന്താണ് ഡ്രാഗനോ? ഇത് ഡ്രാഗൺ കളിയൊന്നും അല്ല. നിങ്ങൾക്ക് ട്രൂ ലവ്, ഡ്രാഗൺ ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? അറിയോ? കോഴിക്കോടുള്ള ആൾക്കറിയില്ല. പാലക്കാട് അല്ല, പെരിന്തൽമണ്ണ, മലപ്പുറം, എവിടെയും കൊടൈക്കനാൽ, പാലക്കാട്. ഓക്കെ, അപ്പോൾ ആൻസർ പറയട്ടെ? ആഗ്രഹമില്ലേ ആൻസർ അറിയാൻ? തണ്ണിമത്തൻ. ഓക്കെ, അതാണ് തമിഴിലും മലയാളത്തിലും അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാമറ നോക്കിയൊരായി പറഞ്ഞു. അടുത്ത പ്രാവശ്യം റെഡിയാക്കാം, സീനില്ല. പിന്നെ പ്രപ്പോസൽ ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കിയൊരായി പറഞ്ഞു. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, തിരക്കിലാണോ? അല്ല, ഒരു കുസൃതി ചോദ്യം ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് അറിയാൻ നോക്കാനാ. ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഇതില്ലേ മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. അതാണ് എൻ്റെ കുസൃതി ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താന്ന് നിങ്ങൾ പറയൂ. മലയാളത്തിലും തമിഴിലും ഒരേപോലെ അറിയപ്പെടുന്നതോ? അതെ അതെ അതെ, യെസ്. ഒരു കുസൃതി ചോദ്യമാണ്. പഴം. 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 പഴം അറിയില്ല. അറിയില്ല. എവിടെ സ്ഥലം? തലശ്ശേരി. ഞാൻ നീലഗിരി, ഊട്ടി. ഊട്ടി. ഓക്കെ, പാലക്കാട്. പാലക്കാട്. എന്നാൽ ആൻസർ അറിയില്ലെങ്കിൽ ഒരു പാട്ട് മതി, സിമ്പിൾ ഒരു പാട്ട്. അത് ഇത് പാടില്ല. അതും അറിയില്ല. അതും അറിയില്ല. പാടില്ല. പാടില്ല, തീരെ അറിയില്ല. സ്കൂളിലൊക്കെ ചെറുപ്പത്തിലൊക്കെ പാടിയേ ഇല്ല? ജനഗണമന മാത്രമേ. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. എന്നാൽ ആൻസർ അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ? തണ്ണിമത്തൻ. അപ്പോൾ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോ. ഓക്കെ, നമുക്ക് ഒരു പ്രൊമോഷൻ ടീമിനെ കണ്ടുപിട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രൊമോഷന് തോന്നുന്നത്. എന്താണ്? മെർഗോലെ, മൈക്കോവാല. അതെന്താ കളർ മീൻ്റെ ബെസ്റ്റാണോ? ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പേരെന്താ? ഓക്കെ ഓക്കെ, സ്നേഹ. അപ്പോൾ പ്രൊമോഷന് മതി, താത്തിക്കോ? ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. അതാണ് എൻ്റെ കുസൃതി ചോദ്യം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. മലയാളം അറിയില്ല, തമിഴെങ്കിലും പറയും. തമിഴ് പറയും, ഹിന്ദിയോ? അതല്ല, എൻ്റെ ക്വസ്റ്റ്യൻ മലയാളം തമിഴ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യയിൽ മൈക്കില്ല, അതാണ്. യെസ്, ഒരേ ഒരു കുസൃതി ചോദ്യം. അതെ, ഒരു ഫ്രൂട്ട് ഉണ്ട്. മലയാളത്തിലും തമിഴിലും അല്ലേ അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്. അത് ഏതാണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഇപ്പോൾ ഇരുടായി, ഇപ്പോൾ സൂര്യനൊക്കെ പോവും, ഇപ്പോൾ കളറൊക്കെ പോവും, പിന്നെ ലുക്ക് ഉണ്ടാവില്ല. വേഗം പറഞ്ഞോ. അറിയില്ലല്ലോ? ഓക്കെ, അറിയോ? ഞാൻ അവിടെ ചോദിച്ചു നോക്കട്ടെ. ഇതൊക്കെ അനക്കറിയോ? അനക്കറിയോ? അറിയില്ല, പ്രശ്നമില്ല. ആൻസർ ഞാൻ പറയട്ടെ? തണ്ണിമത്തൻ. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കിയൊരായി പറഞ്ഞു. ഹലോ ഗായ്സ്, അപ്പോൾ ഹായ് ഒന്നുകൂടി പറയൂ, കേട്ടില്ല. ഹായ്. ഓക്കെ, സീനില്ല, ഹായ് അല്ലേ? ഓക്കെ, അപ്പോൾ പേരെന്താ? ഗിതിൻ. ഗിതിൻ. ജുഫിൻ. ജിതേഷ്. ശൈത്യ. ഫർസാന. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ പറയാൻ പോവും, എവിടേക്ക് ഇരുന്നോളൂ. പിന്നെ കേട്ടില്ല എന്ന് പറയരുത്. ഓക്കെ, മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്, മനസ്സിലായില്ലേ? കഴിക്കുന്ന ഒരു ഫ്രൂട്ട്. അതിൻ്റെ കുസൃതി ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. മലയാളത്തിലും തമിഴിലും. അതെ അതെ അതെ, കുസൃതി ചോദ്യമാണ്, മറന്നു വരുത്. അപ്പുറത്തുനിന്ന് വരുമ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓ മതി മതി മതി. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാനാ ഓർഡർ കിട്ടി. ഒന്നുകൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാമോ? മലയാളത്തിലും തമിഴിലും ഇല്ലേ അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട് ഉണ്ട്, മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻ കേട്ടില്ല പറയരുതേ. ആപ്പിള്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താ? ഓറഞ്ചും ആപ്പിളും എല്ലാ സാധനങ്ങളും രണ്ടിലുള്ളതാണല്ലോ. ഇത് കുസൃതി ചോദ്യമാണ്. യെസ്, കുസൃതി അറിയില്ലേ? നിനക്ക് പറ്റും. ആപ്പിൾ അല്ലേ? ആപ്പിളിന്റെ ഫാനല്ലേ? അതാണ് പെട്ടെന്ന് ആപ്പിള് പറഞ്ഞത്. ഓക്കെ,
എന്നാ അറിയോ? പഴമാണോ? പഴം. പഴം, യെസ്. പിന്നെ ഏതാ? മാങ്ങ. മാങ്ങ. അപ്പോ മൊത്തത്തില് റോങ് ആൻസർ ആയിട്ടുണ്ട്. അപ്പോ ആൻസർ അറിയാൻ താല്പര്യമില്ലേ? ഓക്കെ, അപ്പോ ആൻസർ എന്താന്ന് വെച്ചാല് തണ്ണിമത്തൻ. അതാണ് തമിഴിലും മലയാളത്തിലും അറിയപ്പെടുന്ന ഒരേ ഒരു ഫ്രൂട്ട്. അല്ല, തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ ആപ്പിളും തണ്ണിമത്തനും മാറിയില്ലേ? മനസ്സിലായോ? ചോദ്യമല്ലല്ലോ ഇതൊരു കുസൃതി ചോദ്യം. നിങ്ങൾ ഞാനൊന്ന് നടത്തിക്കൊണ്ട് പോട്ടെ, മൊത്തത്തിൽ ഇട്ടുകളാക്കുക. അപ്പൊ ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഹലോ. ഓക്കെ, ഹലോ. മലയാളിയാണോ? ഓക്കെ. അപ്പോൾ നല്ല ഉപ്പിലിട്ട് കഴിക്കല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അത് അറിയാണ്ടാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? റോസ് ഡേയോ? അല്ല, ചോക്ലേറ്റും അല്ല. അറിയില്ല. ചോക്ലേറ്റ് ഡേയോ അങ്ങനത്തെ ഒരു ദിവസമൊക്കെ ഉണ്ട്. ഓക്കെ, വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാന്ന് വെച്ചല്ലേ, ഞാനിങ്ങനെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ പ്രപ്പോസൽ ഡേ ആണ്. അപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു പൂവൊക്കെ മേടിച്ചാണ്. ഇതെന്താ ചെയ്യാന്നറിയില്ല. ഇങ്ങനെ ഒരു കയ്യിൽ മൊത്തം സാധനങ്ങളല്ലേ, പ്രശ്നമില്ല, ഒരു പൂ വാങ്ങിക്കോ. ഓക്കെ. അപ്പോൾ പേരെന്താ? കമ്മിറ്റഡ് ആണോ? അപ്പോൾ ബ്രേക്കപ്പ് ഇട്ടാലോ? ഇടൂല? ട്രൂ ലവാ? ഓക്കെ. എനിക്കിപ്പോൾ ഒരു ട്രൂ ലവ് എന്ന് പറഞ്ഞൊരു ടീം പറഞ്ഞത്. ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ എന്താ? ആണല്ലേ? ഓക്കെ. നിങ്ങൾ കമ്മിറ്റഡ് ആണോ? എന്നാ പോകണ്ട, മാറ്റി. ഞാനിങ്ങനെ നോക്കി നടക്കുകയാണ്. എനിക്ക് ഒരാളെ പോലും സെറ്റ് ആവുന്നില്ല. കുറേ ദിവസമായി. 2025 ഒരാളെ സെറ്റ് ആവണം. സെറ്റ് ആവട്ടെ. എന്നാ വാ, ഒരു കാര്യം കൂടി പറയാണ്ട്. ഇങ്ങോട്ട് വാ, കമോൺ ഗൈസ്. നമുക്ക് ഒരാളെ സെറ്റ് ആവാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കത്തിക്കും ഗൈസ് ബീച്ച്. ഗൈസ്, അങ്ങനെ നമ്മളെ പ്രപ്പോസൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൂട്ടി പോകാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് എവിടെ വരെ പോകേണ്ടത്? KSRTC കയറാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അതെ, എന്താന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇവിടുന്ന് പോണോ? ടൈമില്ല. ഓളെന്താ പറയുന്നത്? ആണ് കോളേജിൽ നിന്ന് പുറത്താക്കി ആണല്ലേ? ഓക്കെ. എന്നാല് നമുക്ക് സീരിയസ് ആണ്. എന്താന്ന് വെച്ചാല് എനിക്ക് ഞാൻ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ, പ്രപ്പോസൽ ഡേ ആണ്. ഓക്കെ. അപ്പോൾ സീനില്ല, വാ ഒന്നുകൂടി ഇങ്ങോട്ട്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വാ 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 വാ. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരാൾ സെറ്റായിട്ടുണ്ട്. ഇതാ ബാക്കിൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. എന്നാൽ ജസ്റ്റ് ഒരു പ്രപ്പോസൽ പ്രാങ്കായിരുന്നു. ഓക്കെ. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. ഓക്കെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ലോഗ് 21. ഹാപ്പി അല്ലേ? ഓക്കെ. ബ്രേക്കപ്പ് ഒന്നും ഇടണ്ട കേട്ടോ. ഓക്കെ. ഞാൻ വെറുതെ എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ലോഗ് 21. പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രപ്പോസൽ പ്രാങ്കാണെന്ന് ചെയ്തത്. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. ഓക്കെ. കണ്ടോ ഗായ്സ്, ലൈറ്റ് പോയി, മറ്റേ സൂര്യമാമനൊക്കെ പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ബീച്ചിൻ്റെ നൈറ്റ് ലൈഫ് തുടങ്ങാൻ പോവാണ് ഗായ്സ്. ഫുള്ള് ഇരുട്ടായി. ഇനിയിപ്പോൾ ഒന്നും ക്യാമറ എടുക്കാൻ കഴിയില്ല, ഒരു പ്രാങ്കും എടുക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോവാണ്. ഇവിടെ എന്തോ സർക്കസ് എന്തോ പരിപാടി എന്തോ നടക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ പോവാണ്. അനസ്ലോഗ് 21 പോവാണ്. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. നാളെ അടിപൊളി പ്രാങ്ക് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബെൽ ബട്ടനെ ലൈക്ക് ഇതൊക്കെ അടിക്കണേ. ഇനി അടിപൊളി പ്രാങ്ക് വീഡിയോസ് ഇറങ്ങുന്നതാണ്. ഇതിലുള്ള കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. മാക്സിമം ലൈക്ക് അടിക്കണം. നിങ്ങളെ ലൈക്കിലാണ് എൻ്റെ ഉന്മേഷം വരുന്നത്. ഓക്കെ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നു പോയി ചെയ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ മൈക്കില്ലാത്ത പക്ഷം ഓണം ഇതൊക്കെ കേൾക്കാൻ മതിയാവും. പിന്നെ അതാ ബീച്ചിൽ പോയി രാത്രിയായി. ഇനിയിപ്പോൾ ക്യാമറ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.